എസ്കെൻ, തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ കവാടം തള്ളി തുറന്ന് അകത്തേക്ക് ഒരു കടൽ പോലെ ഇരമ്പിയാർക്കുന്ന ജനക്കൂട്ടത്തെയാണ്. പോലീസും ചുവപ്പ് സേന വോളണ്ടിയർമാരും അവരെ നിയന്ത്രിച്ചാണ് അകത്തേക്ക് കയറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ആ നിയന്ത്രണം കൈവിട്ട് പോയിരിക്കുന്നു. അത്രത്തോളം വൈകാരികമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ. അത്രത്തോളം വിഷമത്തിലും അവരുടെ പ്രിയ സഖാവിനെ അവസാനമായി കാണാനുള്ള ഒരു ത്വരയിലുമാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോ ആളുകളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ നിയന്ത്രണം പൂർണ്ണമായും ചുവപ്പ് സേനയ്ക്കും പോലീസിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഞ്ഞു കുട്ടികളുമായി ഒപ്പം പോലും ഈ തിരക്കിനിടയിൽ ആളുകൾ പോകുന്നത് നമുക്ക് കാണാം. ഒരു റോസ് മഴ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഒരു കുട്ടിയെ തോളിലേറ്റി ഈ തിരക്കിനിടയിലൂടെ ആ തിക്കും തിരക്കും നീങ്ങുന്നതിനിടയിലൂടെ തോളിലേറ്റി പോകുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് കാണാനാകുന്നുണ്ട്. സ്കെയിൻ അത്രത്തോളം വൈകാരികമായി അവസാനമായി പ്രിയ സഖാവിനെ കാണാൻ എത്തുന്ന ആളുകളാണ്. ഇപ്പോൾ ഇതാ ആ ജനക്കൂട്ടത്തിന് നടുവിലൂടെ ആ ഗേറ്റ് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പോലീസും ചുവപ്പ് സേനക്കാരും നടത്തുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമാകുന്നില്ല സ്കെയിൻ, അത് നടക്കുന്നില്ല. ആളുകൾ ഇങ്ങനെ ഇടിച്ചു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് ഒരു ശക്തമായി തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, നമ്മുടെ ക്യാമറയുടെ ഫ്രെയിമിൽ കാണുന്ന അത്രയും ആളുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ കിലോമീറ്ററുകൾ പിറകിലേക്ക് കിടക്കുകയാണ്. അപ്പുറത്തുള്ളത് തിരുവമ്പാടി ജംഗ്ഷനാണ്. ആ തിരുവമ്പാടി ജംഗ്ഷനിൽ പോലും ആ ജംഗ്ഷനും പിന്നിട്ട് കിലോമീറ്ററുകൾ പിറകിലേക്ക് ആളുകളുടെ വലിയ നിര ഇപ്പോഴും ഇങ്ങനെ അതിന് പിന്നിലായ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഭൗതികദേഹം ഇറക്കുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എസ്കെൻ. അത്രത്തോളം തിരക്ക് ഇവിടെയുണ്ട്. എസ്കെൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ആലപ്പുഴയുടെ സ്നേഹമാണ്. ആലപ്പുഴയിലെ ജനങ്ങൾ VS-ന് അവസാനമായി നൽകുന്ന ഒരു സ്നേഹമാണ് ഈ കാണുന്നത്. കുട്ടനാട്ടിലെ ചെളിമണ്ണിൽ കാലുറച്ചു നിന്ന് കുട്ടനാടിന് വേണ്ടി, ആലപ്പുഴയ്ക്ക് വേണ്ടി, ആലപ്പുഴയിലെ ജനതയ്ക്ക് വേണ്ടി പോരാടിയ നേതാവാണ്. ആ നേതാവിൻ്റെ അവസാന നിമിഷങ്ങൾ അത് അത്രത്തോളം വൈകാരികമാണ് സ്കെയിൻ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇക്കാലം അത്രയും ആലപ്പുഴയിൽ നിന്ന് പോയിട്ടും ഇവിടേക്ക് വർഷാവർഷം തിരികെ എത്തിയിരുന്ന ഒരു നേതാവ്. അങ്ങനെ VS-ൻ്റെ ജീവിതത്തിന് എപ്പോഴും ആലപ്പുഴയുടെ ഒരു ഭൂപടമുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും. VS-ൻ്റെ വളർച്ചകളിലും തിരിച്ചടികളിലുമെല്ലാം ഒപ്പമുണ്ടായിരുന്ന നാടാണ് ആലപ്പുഴ. വളർച്ചയ്ക്ക് മണ്ണുപാകിയ വിത്തുപാകിയ നാടാണ് ആലപ്പുഴ. അതുപോലെ തന്നെ VS-ൻ്റെ തളർച്ചയിൽ തണലേകാത്ത നാട്, തണലേകിയ നാട് എന്നൊക്കെ രാഷ്ട്രീയ കേരളം വിശേഷിപ്പിക്കുന്ന അഭൂതപൂർവമായ തിരക്കാണ് ആലപ്പുഴ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തും പുറത്തും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഊഴം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കുകയോ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയോ ഒന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ ശരണ കേന്ദ്രമായിരുന്ന VS വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അവരുടെ മനസ്സിനെ നോവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിന് അഭിവാദ്യം നൽകുവാനും അന്ത്യചുംബനം നൽകുവാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ ഇപ്പോൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് 10,000 ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിനപ്പുറം ആളുകൾ പുറത്തേക്ക് നീണ്ട് കിടക്കുകയാണ് എന്ന് നമ്മൾ അറിയുക. ഇപ്പോൾ കാണുന്ന ജനക്കൂട്ടം ഒരുപക്ഷെ പൂഴിയിട്ടാൽ പോലും തറയിൽ വീഴില്ല എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്ന രീതിയിലാണ് പാർട്ടി ഓഫീസിന് മുന്നിലെ സ്ഥിതി. പാർട്ടി ഓഫീസിൻ്റെ പുറത്തുള്ള ദൃശ്യമാണ് ഈ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുവന്ന ആംബുലൻസിന് ചുറ്റും ആയിരങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നു. അകത്തും ആളുകൾ തള്ളിക്കയറുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഇത്രയും കാലവും സ്നേഹിച്ച, അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ അവർ നെഞ്ചേറ്റിയ അവരുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വിടവാങ്ങലിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവർക്ക് മറ്റൊന്നും ചെവി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ കുഞ്ഞുങ്ങളും ഒക്കെ തന്നെയുണ്ട്. ജനക്കൂട്ടത്തിനിടയിലേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ലേശം ഭയം തോന്നുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും നമ്മൾ ഈ പറയുന്ന സംപ്രേഷണം കേൾക്കുന്നുവെങ്കിൽ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിക്കിലും തിരക്കിലും കടന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ചില പ്രായമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ദൃശ്യത്തിൽ കണ്ടു. അപ്പോൾ വലിയ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി അവർ തന്നെ സ്വയം നിയന്ത്രിച്ച് വഴിമാറണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. VS എന്ന രണ്ടക്ഷരക്കാരൻ ഒരുപക്ഷെ കേരളത്തിൻ്റെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇത് കാണുന്ന ഓരോ ആളിൻ്റെയും ആത്മാവിൽ കത്തുന്ന ഒരു ചിതയായിട്ട് VS അച്യുതാനന്ദൻ മാറുന്നതാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. 8 പതിറ്റാണ്ട്
പതിറ്റാണ്ട് കാലമാണ് അദ്ദേഹം കേരള രാഷ്ട്രീയം അടക്കി വാണത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് താല്പര്യം തോന്നി അദ്ദേഹം അവിടേക്ക് കടന്നു ചെല്ലുകയും കുറച്ചുകൂടി മുതിർന്നവനായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 32 പേരിൽ ഒരാളായി മാറുകയും ചെയ്ത VS അച്യുതാനന്ദൻ ദേശീയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തലതൊട്ടപ്പന്മാരിൽ ഒരാളായി മാറിയതിൽ അത്ഭുതമില്ല. മരണത്തിൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ഭാഗ്യം കിട്ടുകയും CPIയുടെ പട്ടാളത്തിൻ്റെ മർദ്ദനമേറ്റിട്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാനും ഭാഗ്യം കിട്ടിയ മഹാനുഭാവനാണ് VS അച്യുതാനന്ദൻ. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഏണിപ്പടികൾ കയറാൻ ഭാഗ്യം കിട്ടിയപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ 5 കൊല്ലം ഇരിക്കാൻ അവസരം കിട്ടിയപ്പോഴും അദ്ദേഹത്തെ VS ആക്കിയ സാധാരണക്കാരെ അദ്ദേഹം മറന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണിൽ ആലപ്പുഴയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ഒരുപക്ഷേ ഈ മനുഷ്യൻ ഇനി നമ്മോടൊപ്പം ഇല്ല എന്നറിയുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എത്രയോ കാലമായി ആർക്കെല്ലാം സഹായങ്ങൾ എത്തിക്കുകയും സാധാരണക്കാരൻ തൊഴിലാളി വർഗം അവരുടെ സർവാധിപത്യം സ്വപ്നം കണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് യാത്ര തിരിച്ച ഒരു വ്യക്തിയുടെ പ്രവർത്തന പന്ഥാവിൽ നമ്മൾ കണ്ട നന്മയുടെ വെളിച്ചം അതൊക്കെ എന്നും അദ്ദേഹത്തെ ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ നടന്നു വരുന്ന രംഗമാണ് ഈ കാണുന്നത്. തിരക്കിൻ്റെ നടുവിൽ നിന്ന് ഇവരൊക്കെ മാറി നിന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അറിയാതെ ആശിച്ചു പോവുകയാണ്. കാരണം VS അച്യുതാനന്ദൻ എന്ന പടയാളി, പടത്തലവൻ, സാധാരണക്കാരൻ്റെ പടത്തലവൻ, സാധാരണക്കാരന് വേണ്ടി നിന്ന പോരാളി, ആ മനുഷ്യൻ്റെ അവസാന യാത്രയിൽ ഒന്നും സംഭവിക്കരുത് എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ആൾത്തിരക്കിലേക്ക് നടന്നു കയറരുത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ ജനക്കൂട്ടം ഒഴിഞ്ഞാൽ മാത്രമേ VSൻ്റെ ഭൗതിക ശരീരം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അവിടെ വലിയ പൊതുദർശനം ആണ് ഒരുക്കിയിരിക്കുന്നത്. VSൻ്റെ മകൻ V അരുൺകുമാറിനെയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടത്. മണിക്കൂറുകളായി അരുൺകുമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഉറക്കമില്ല. 1 മാസമായി അച്ഛനോടൊപ്പം SUT ആശുപത്രിയിലായിരുന്നു V അരുൺകുമാർ. അതിനിടയിൽ ഒരു ദിവസം അരുൺ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അന്ന് അരുൺ പ്രകടിപ്പിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും, ചില സൂചനകളൊക്കെ കാണുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാനും വിശ്വസിച്ചു. അത്ഭുതങ്ങൾ രചിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാജിക്കിലൂടെ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് ചിന്തിച്ച് എന്നെ പോലുള്ള മാധ്യമപ്രവർത്തകരും അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ തോന്നിയിരുന്നു. എന്നാൽ വിധി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കുറച്ചധികം ദിവസങ്ങൾ, ഏതാണ്ട് 30ഓളം ദിവസങ്ങൾ അദ്ദേഹം പട്ടത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവസാനം ഡോക്ടർമാരുടെ ചികിത്സയ്ക്കെല്ലാം പരാജയമായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. VS എന്ന പോരാളി, VS എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പൻ അവസാനം അങ്ങനെ കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയും ലാളിത്യം ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കിയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ നമുക്ക് നന്നേ കുറവാണ്. ഉയരങ്ങളിൽ താടുമ്പോൾ, ഏണിപ്പടികൾ കയറുമ്പോൾ അവർ പലപ്പോഴും വന്ന വഴിയും വേരുകളും ഒക്കെ മറന്നു പോകുന്നത് നമുക്കറിയാവുന്ന കാഴ്ചയാണ്. എന്നാൽ അതിനപ്പുറമാണ് VS എന്ന് പറയുന്ന വ്യക്തിയെന്ന് നമ്മൾ അറിയുന്നു. പരിസ്ഥിതികൾക്ക് കോട്ടം തട്ടുമ്പോഴും മലമുടിയിലേക്ക് ചാടിക്കയറേണ്ടി വരുമ്പോഴും ഒക്കെ തന്നെ VS ആരാണെന്ന് കേരളം കണ്ടു.